Catch me if you can. Salinas. Rock my steps and I still escape. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും മഴയത്തോടി കണ്ണും അതിനും ഞാൻ ആടുന്നേ മതിയാവിൽ ഒരു നാളിലും നീ നല്ലൊരു പാട്ടുണ്ടായിരിക്കും. നോക്കേ, അടുത്തൊരു പുതിയ പാലക്കാടൻ പാട്ട് വരികയാണ്. അതിന്റെ ഇൻസ്ട്രക്ഷൻ കറക്റ്റ് ആയിട്ട് പറയും, അത് ശ്രദ്ധിക്കുക, അതുപോലെ ഫോളോ ചെയ്യുക. ഇത് ലാസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുത്ത് എല്ലാവരും പിരിയുന്നതായിരിക്കും. ഓക്കെ, അവസാന വരിയിൽ എല്ലാവരും പൊന്നമ്മ എന്ന് പറയണം. ആ പാട്ടിന്റെ വരി തന്നെ പൊന്നമ്മയാണ്. അപ്പൊ നമ്മളിതൊരു നാടൻ പാട്ടാണ്, എല്ലാരും കൂടി ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്നത്. മുക്കിലിരിക്കണ മുറി അരിവാൾ എവിടെയടി മരുതങ്കോടി പൊന്നമ്മേ, ആ അരിവാളല്ലേ പിന്നെ ചാമ കൊയ്യാൻ പോയത്, എവിടെയടി മരുതങ്കോടി പൊന്നമ്മേ, ചാമയല്ലേ പിന്നെ നമ്മുടെ പുത്തിൽ കൊടുത്തത്. ചാടി പോകുമ്പോൾ ഒന്നും കൂടി വന്നു രണ്ട് കാന്ത വിലയെനിക്കൊന്ന് കൊട്ടണ കാന്ത വിലയെനിക്കൊന്ന് കൊട്ടണ കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാ കാന്ത, ഞാനും വരാ തൃശൂർ പൂരം കാണാ, ഞാനും വരാ തൃശൂർ പൂരം കാണാം. ഹായ് ഫ്രണ്ട്സ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതിമനോഹരമായ ഒരു ബൈക്ക് റൈഡ്, ഒപ്പം ട്രക്കിംഗ്, മഞ്ഞുമല നോക്കിയുള്ള ഒരു യാത്ര. BMC എന്ന വലിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, അതായത് ബാംഗ്ലൂർ മലയാളീസിൻ്റെ ഒരു ഗ്രൂപ്പ്, ഇത്രയും വലിയ ഗ്രൂപ്പ് ആദ്യമായാണ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സായ 80-ന് മുകളിൽ ആളുകളുള്ള ഒരു അതിമനോഹരമായ ട്രിപ്പ് എന്ന് വെച്ചാൽ ബൈക്ക് റൈഡ്, 1 ഡേ ട്രിപ്പ്, ഒരു 83 കിലോമീറ്റർ യാത്ര, അതിമനോഹരമായ യാത്ര, ഒപ്പം പാട്ടും രസകരമായ മൊമെന്റ്സും അതിമനോഹരമായ ദൃശ്യവും മലമുകളിലുള്ള നരസിംഹമൂർത്തിയുടെ അനുഗ്രഹവും എല്ലാം കൂടെ ചേർന്ന് അതിമനോഹരമായ ഒരു മഞ്ഞു മഴ കൊണ്ടുള്ള ടോട്ടൽ സ്ട്രേഞ്ചായ കുറേ ആൾക്കാരോടൊപ്പം വ്യത്യസ്തമായ അനുഭവം പങ്കുവച്ച, ഒരിക്കലും മറക്കാൻ കഴിയാത്ത മെമ്മറബിൾ മൊമെൻറ്റ്സ് നൽകിയ അടിപൊളി യാത്ര. ആ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ, വിനൂസ് ബ്ലോഗ് ഫോർ യുവിൻ്റെ ഈ വ്യത്യസ്തമായ അടിപൊളി യാത്രയിലേക്ക് നിങ്ങളെ കൂടെ പിടിച്ചുകൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ യാത്ര എനിക്ക് സമ്മാനിച്ച എല്ലാ അഡ്മിൻ ആയ BMC ഗ്രൂപ്പിൻ്റെ അഡ്വഞ്ചർ അഡ്മിൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ യാത്ര മുന്നോട്ട് പോകാം. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ സഞ്ചരിച്ച യാത്രകളിൽ അതിമനോഹരമായ വ്യത്യസ്തമായ അനുഭവമുള്ള ഒരു യാത്രയാണ് ഇത്. നിങ്ങൾക്കും ആ യാത്ര ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാ കാഴ്ചകളിലേക്കുള്ള ഈ യാത്ര അടിപൊളി രസകരമായി പോവാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റത്തുള്ള പല പ്രദേശത്തിലെ ആളുകൾ എല്ലാവരും ഒത്തുചേർന്ന ഒരു അപൂർവ മൊമെന്റ്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വല്ലാതെ എന്താ പറയുക, ടച്ചിങ് ആയ ഒരു യാത്രയായിപ്പോയി ഈ യാത്ര. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് അതിമനോഹരമായ ഒരു ദിവസം പങ്കിടാം. ഷാനിദ് ഉണ്ടല്ലോ, അത് കണ്ട
യാത്രയിലെ ആദ്യത്തെ കുറച്ച് മൊമെന്റ്സ് ദുർഘടമായിരുന്നു എങ്കിൽ, ദുർഘടം എന്ന് വെച്ചാൽ റോഡ് ദുർഘടം എന്നല്ല, മഴ കാരണം കുറച്ച് നല്ല വ്യൂ ഒക്കെ കുറവായിരുന്നു. അപ്പം പതിയെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഏകദേശം 30 കിലോമീറ്ററിന് അപ്പുറത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഈ വാഷ്റൂമിന് പോകാനുള്ളവരൊക്കെ പോയി എല്ലാം ക്ലീനായി. അവിടെ നിന്ന് നമ്മൾ എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ എടുത്ത് എത്ര പേരുണ്ട് എന്നുള്ളത്, ടോട്ടൽ സ്ട്രേഞ്ചായ പലരും പല ഭാഗത്തു നിന്ന് വന്ന കുറച്ച് പേരാണ്. അപ്പോൾ അവിടെ നിന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്ത് എത്ര പേരുണ്ട് എന്നുള്ളതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷമാണ് യാത്ര തുടർന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ അവലാപേട്ട എന്ന് പറയുന്ന അതിമനോഹരമായ, ബാംഗ്ലൂരിൽ നിന്ന് 83 കിലോമീറ്റർ ദൂരമുള്ള അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ അഥവാ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലേക്കുള്ള ഒരു യാത്ര. ഒപ്പം മഞ്ഞ് കൊണ്ട് ഫുള്ളായി മൂടിക്കിടക്കുന്ന ആ മലമുകളിലെ കാഴ്ചകളും ഫോറസ്റ്റ് ആയ ഒരു റോഡിലൂടെയുള്ള ഒരു ട്രക്കിങ്ങും, അതായത് ഏകദേശം താഴെ നിന്ന് മുകളിലേക്ക് 2 കിലോമീറ്ററോളം നടന്നു കയറി പോയി നരസിംഹമൂർത്തിയെയും കണ്ട്, ഒപ്പം മഞ്ഞുമലയുള്ള ദൃശ്യങ്ങളും സൂയിസൈഡ് പോയിന്റും എല്ലാം കണ്ട് മടങ്ങിയെത്തുന്ന അടിപൊളി യാത്ര. ഞങ്ങളിന്ന് ബൈക്ക് റൈഡിന് ചൂസ് ചെയ്തത് ഭയങ്കര മഴയായി പോയി. എന്ത് ചെയ്യാനാ, ഭയങ്കര മഴ, ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. ആ ഫുഡ് റെഡി. പൊറോട്ട, ബീഫ്. അയ്യോ ബീഫില്ല. വെജേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി. പുഴയിൽ നിന്ന് ഇന്നലെ പിടിച്ച മീൻ. കണ്ണൂരിന്ന് മീൻ പിടിച്ച ഒരു കറീൻ്റെ. All I
ഫുഡൊക്കെ കഴിച്ച് വെയിറ്റൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നടക്കണം. Why you keeping me waiting? Lose trust me, trust me. Lose trust me, trust me. അത്ര ക്ലീൻ അല്ല. എന്നാ പോവാം. ക്യാമറ റെഡിയാണ്, പോവാം. ആ ഓ കിട്ടി. ക്യാമറ എടുക്കുന്ന ആളെയും കിട്ടി. എൻ്റെ തലയും കിട്ടിയില്ലല്ലോ. ആ പോട്ടെ. എന്നാൽ ഞാനും ഉണ്ട് ഈ ഗ്യാങ്ങിൽ. നല്ല മഴയുണ്ട്, ചെറിയ പനിമഴ പോലെയുണ്ട് മഴ. പിന്നെ നല്ല കയറ്റമാണ്. അപ്പം എന്തൊക്കെയോ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതിന് ഇനി വളഞ്ഞ് തിരിഞ്ഞ് ക്ലൈംബ് ചെയ്യണം. നമ്മൾ നമ്മുടെ അവലാപേട്ട നോക്കി പോവാണ്. എന്താ പറയാ, എന്തോ ഒരു ചുടലിപ്പഴം. ഇക്കടി കുറച്ച് ചുടലിപ്പഴം വലിക്കട്ടെ. വർഷങ്ങളായി ഇതൊക്കെ തിന്നിട്ട്. കുറച്ച് ചുടലിപ്പഴം കിട്ടിയുണ്ട്, അടിപൊളി. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതെവിടെ മുഴുവൻ ചുടലിപ്പഴോ. വരുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ ചുടലിപ്പഴമൊക്കെ തിന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. വീട്ടിന് പുറത്തിറങ്ങാത്ത നമ്മുടെ പൊണ്ടാട്ടി കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കാണുന്നില്ല, ഭയങ്കര സ്റ്റെപ്പായിപ്പോയി. അയ്യോ സഞ്ജു, എന്നിട്ടിട്ട് പോവല്ലേ. ഞാൻ അവിടെ അടിപൊളി ഒരു സ്പോട്ടുണ്ട്. കാടും മലകളും ട്രക്കിങ്ങും. ഷൂവൊക്കെ വെള്ളം നനഞ്ഞ് പണ്ടോറായി. എന്താ പറയുക, പാൻ്റൊക്കെ നനഞ്ഞിരിക്കുക. ഫുള്ള് നനഞ്ഞ് പിണ്ടിയായി. അടിപൊളി ട്രക്കിങ്. ഇമാതിരി വേസ്റ്റൊന്നും ആരും കൊണ്ടിടല്ലേ കേട്ടോ. കാടിൻ്റെ ഭംഗി തന്നെ ഭൂമിയെ നമ്മൾ ഉപദ്രവിക്കരുത്, അത്രേ പറയാനുള്ളൂ.
നമ്മുടെ നെല്ലിക്ക, കാട്ടു നെല്ലിക്ക ഒന്നുമില്ല പക്ഷേ. ഷോ അടിപൊളി. ഓ ഇനി മുകളിലേക്ക് പോസ്റ്റൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ, സമ്മതിക്കണം. അമ്മാതിരി വഴി. ഓ ശ്വാസം നിറഞ്ഞ വഴിയിലൂടെയൊക്കെയാണ് പോണേ. അയ്യോ അയ്യോ അമ്മേ, അയ്യോ 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 അയ്യോ. ഓക്കെ, നമ്മുടെ സാഹസം നിറഞ്ഞ വഴി കണ്ടോ. ാക്കാൻ അടിപൊളി പാറക്കൂട്ടങ്ങളായ ചില ഇടങ്ങളുണ്ട്. വീണ്ടും ക്ലൈംബ്, വീണ്ടും ക്ലൈംബ്. ഇവിടെ റോഡിൻ്റെ അരികത്തൊക്കെ നിന്ന് നമ്മളെ പിള്ളേർ ഫോട്ടോ എടുക്കുന്നുണ്ട്. നടക്കട്ടെ. പൂക്കൾ, മഞ്ഞ്, ഒരു രക്ഷയില്ല. കാറ് വരുന്നുണ്ട്. പെർമിഷൻ, വിത്ത് പെർമിഷൻ കാർ അലൗഡാണ്. നടക്കാൻ വയ്യാത്തവർ കാറിൽ വരാം. വരുമ്പോൾ അധികം വരാൻ വേണമെങ്കിൽ റോഡിൽ കൂടെ കയറുമ്പോഴാണ് സുഖം. ഇതില്. അയ്യോ അയ്യോ സാഹസമാണേ. ഇതാണ് യഥാർത്ഥ ട്രെക്കിംഗ്. പാറയൊക്കെ കടന്ന് ചാടി മഴയത്ത് ഇങ്ങനെ പോകും. നോക്കട്ടെ, നമ്മുടെ പഴയ ബേട്ടയിൽ പോയതിന് പോലെ തന്നെ ഇവിടെയും ട്രെക്കിംഗ് തുടങ്ങി. ഓ അടിപൊളി പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ആൽമരം. പടി കഴിഞ്ഞു തീർന്നു. പടി കഴിഞ്ഞു കമോൺ. പടി കഴിഞ്ഞു. റോഡെത്തി വരൂ. എൻ്റെ അമ്മേ, എന്താ മഞ്ഞ്. ഓ മഞ്ഞ് മാത്രമേ ഉള്ളൂ. എഴുതി പോണ്ട്. ഓ അമ്പലം എത്തി. അങ്ങനെ ഫൈനലി ആവലോ ബേട്ട ആവാലോ. ഓ ഇനിയും കയറണോ? അയ്യോ മങ്കികൾ മാത്രമേ ഉള്ളൂ. മൊത്തം മങ്കികൾ. മഴ പെയ്യുന്ന പോലെ വരുന്നത്. അയ്യോ നമസ്കാരം കേട്ടോ. കുറേ മങ്കികളൊക്കെ ഉണ്ട്. അടിപൊളി മരങ്ങൾ. ഓട്ടോറിക്ഷയൊക്കെ വന്നിട്ടുണ്ടോ? അയ്യോ ഇഷ്ടംപോലെ ഉണ്ടല്ലോ മങ്കികൾ.
സ്റ്റെപ്പ് കയറാം. അമ്മാതിരി മല, മഞ്ഞ് മാത്രമേ ഉള്ളൂ. അമ്പലം അടച്ചതുകൊണ്ട് ഷൂ അഴിക്കേണ്ട ആവശ്യമില്ലല്ലേ? ആരൊക്കെയാ? ഹനുമാനുണ്ട്. സൈഡിൽ കൂടെ മലകി വീണ്ടും ക്ലൈംബ്. ഓം നരസിംഹ ഓം നരസിംഹ ഓം നരസിംഹ. ഓം നരസിംഹ. അങ്ങനെ നരസിംഹ മൂർത്തിയെ കണ്ട് ഞങ്ങൾ അനുഗ്രഹമൊക്കെ വാങ്ങി കുങ്കുമമൊക്കെ വെച്ച് തട്ടിലൊരു 10 രൂപയൊക്കെ ഇട്ടിട്ട് വന്നു. പക്ഷേ കാണിച്ചു തരാൻ പറ്റത്തില്ല, ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഉള്ളിൽ നരസിംഹമൂർത്തിയും പരിവാരങ്ങളും കുടുംബവും ഒക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും ഒരു പാറയിലേക്കാണ് കയറി പോകുന്നത്. പൂരം കാണാം, ഞാനും വരാം, പൂരം കാണാം. ഒരാളൊരു പാട്ട് പാടപ്പോ അതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വേറൊരു ഗായിക വേദിയിൽ മതിയാവിൽ ഒരു നാളിലും നീ നല്ലൊരു നേരം നോക്കേ. അടുത്തൊരു പുതിയ പാലക്കാടൻ പാട്ട് വരികയാണ്. പിന്നെ നമ്മുടെ പിന്നെ തീപിടിച്ചു പോയത് ചാടി പോകുമ്പോൾ ഒന്നും കൂടി വന്നു 2
ഇത് കർണാടകയിലെ ചിക്കബല്ലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ ടോപ്പാണ്. നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആവലുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക്. കാരണം നല്ല ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ കാണും ഇതിന്റെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞുള്ള വ്യൂ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്മുടെ ശീർഷരായി.